പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്ന ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് നമ്മെ വഴി നടത്തുന്ന ആ സർവകൃപാലുവായ ദൈവത്തിൻ്റെ കരത്തിൽ സമർപ്പിച്ചുകൊണ്ട് തിരുവചന ചിന്തയിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 1:1 നിന്ന് തന്നെ നാം പാർക്കുന്ന ഭൂമിയെക്കുറിച്ച് തിരുവചന വെളിച്ചത്തിൽ ചില ചിന്തകൾ തരുവാൻ താല്പര്യപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1:1 പറയുന്നു, നാം വായിക്കുന്നത് പോലെ ഇന്നലെ നാം കഴിഞ്ഞ വീഡിയോയിലിട്ടു, ആദിയിൽ ദൈവം ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ള പദം നമ്മൾ വായിച്ചു. അതിനകത്തൊരു വീഡിയോ ഇട്ടിരുന്നു. ഇന്ന് ഭൂമിയെക്കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതാണ് വാക്യം. ശരിക്കു പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. ദൈവം മനോഹരമായ ഭൂമിയാണ് സൃഷ്ടിച്ചത്. മനുഷ്യന് പാർപ്പിന് വേണ്ടിയാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. കാരണം പാഴായിട്ടെന്നുള്ളൊരു വ്യാഖ്യാനം അവിടെ എടുക്കുകയാണെങ്കിൽ ദൈവം നല്ലതെന്ന് പറയേണ്ട കാര്യമില്ല. 1-ാം ദിവസത്തെ നല്ലതെന്ന് പറഞ്ഞു, 6 ദിവസം നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ 2-ാം ദിവസത്തെ സൃഷ്ടിപ്പിനെ നല്ലതെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിരുന്നു. അതെന്തുകൊണ്ടാണ്? ബാക്കിയെല്ലാം നല്ലതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് നല്ലതെന്ന് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു. 2-ാമത്തെ സൃഷ്ടിപ്പിൽ ദൈവം നല്ലതെന്ന് പറഞ്ഞിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്നും ദൈവം പറഞ്ഞു. ബാക്കി സൃഷ്ടിയെല്ലാം നല്ലതെന്ന് തന്നെയാണ് പറഞ്ഞത്. ദൈവം മോശമായതൊന്നും സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. എല്ലാം നല്ല ആകാശങ്ങളെക്കുറിച്ച് കേട്ടല്ലോ, ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ച് കേട്ടല്ലോ. എല്ലാം ഭംഗിയായിട്ടാണ് ദൈവം, അതിൻ്റെ ക്രമമായിട്ടാണ് ദൈവം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തെളിവ് എന്താണ്? നമുക്ക് ചിന്താവിഷയം യെശയ്യാ പ്രവചനം 45:18 പോകണം. ഞാനതാ എപ്പോഴും പറയുന്ന ഒരു പോയിൻ്റുണ്ട്. ദൈവവചന വെളിച്ചത്തിൽ നാം വ്യാഖ്യാനിക്കുമ്പോൾ ഒന്നിനോടൊന്ന് ഇണ വേണം. അതിന് യെശയ്യാ പ്രവചനം 34:16 വചനം വായിച്ച് മനസ്സിലാക്കണം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, ഒന്നിനോടൊന്ന് ഇണയില്ലാതിരിക്കുകയില്ല. ദൈവത്തിൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ ഇതിനെ കൂട്ടി വരുത്തിയത്. അപ്പോൾ ഒന്നിനോടൊന്ന് ഇണയുണ്ട്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1:20-21 പ്രവചനം ഒരിക്കലും മനുഷ്യരെ ഇഷ്ടത്താൽ ഉളവാകുന്നതല്ല എന്ന് ഒന്നാമത്, സ്വയമായി ഉളവാകുന്നതല്ല എന്ന് ഒന്നാമതറിയണം. പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ച വചനങ്ങളാണ്. പരിശുദ്ധാത്മ നിയോഗത്താൽ സംസാരിച്ച വചനം, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം. അപ്പം അതുകൊണ്ട് ഭൂമി പാഴായിട്ടാണോ ദൈവം സൃഷ്ടിച്ചതെന്നുള്ള ഒരു വാക്യം ഞാൻ യെശയ്യാ പ്രവചനത്തിൽ നിന്ന് വായിക്കുവാൻ താല്പര്യം. യെശയ്യാ പ്രവചനം 45:18 ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്. അവിടെ ആകാശത്തെയാണ് സൃഷ്ടിച്ചത്. നമ്മളെ ഉൽപ്പത്തി 1:1 ആകാശവും ഭൂമിയും അങ്ങ് സൃഷ്ടിച്ചു എന്ന് എഴുതി. അങ്ങനെ എഴുതി, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളതിനെ വ്യാഖ്യാനിക്കുക എന്നുള്ളേ ഉള്ളൂ. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പോൾ ആകാശത്തെ ആദ്യം സൃഷ്ടിച്ചത് മനസ്സിലായല്ലോ. ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു,
വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. അടുത്ത് പറയുന്നു, ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനും ഇല്ല. യെശയ്യാപ്രവചനം 45:18. ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആണ് സൃഷ്ടി. ആത്മാവിൻ്റെ വെളിപ്പാടിൽ പ്രവാചകൻ കാണുക ദൈവ സൃഷ്ടിയെ. അപ്പോൾ വ്യർത്ഥമായിട്ടല്ല, അപ്പോൾ പാഴായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ ഇതെങ്ങനെ പാഴായത്? എങ്ങനെയാണ് ആഴത്തിൽ ഇരുള് വന്നത്, പരിവർത്തനം നടന്നത്, ആത്മാവ് പരിവർത്തിച്ചതിൻ്റെ കാരണമെന്ത്? ഒരുപാട് ചിന്തകളുണ്ട്. ഞാൻ ഇന്ന് ഈ വിഷയത്തോടു കൂടി നിർത്തും. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്നേക്കാൾ അറിവും പാണ്ഡിത്യവും ഉള്ള ദൈവദാസന്മാർ, അറിവുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെ അറിയാം. പിന്നെ ചിലരൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ തിരുവചന വെളിച്ചത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പാഴായി എന്ന് പറയുമ്പോൾ പാഴായി ശൂന്യമായി. ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ പാഴായതല്ല, പാഴാക്കിയതാണ് എന്ന് പറഞ്ഞാൽ യെഹെസ്കേൽ പ്രവചനം 28:12 മുതൽ 16 വരെയും യെശയ്യാപ്രവചനം 14-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള 11 മുതൽ യെശയ്യാപ്രവചനം 11 മുതൽ 17 വരെയുള്ള വാക്യവും നിങ്ങൾ സാവകാശം ഇരുന്ന് വായിക്കണം. യെഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്നു, നീ ഏദൻ തോട്ടത്തിലായിരുന്നു എന്നൊരു പദം കിടക്കുന്നു. എന്നാൽ യെശയ്യാപ്രവചനത്തിലേക്ക് വരുമ്പോൾ നീ ഏദനിലായിരുന്നു. യെശയ്യാപ്രവചനത്തിലേക്ക് വരുമ്പോൾ അവൻ സ്വർഗത്തിലായിരുന്നു, ദേവപർവ്വതത്തിലായിരുന്നു. അവനെ സൃഷ്ടിച്ച അതിനെക്കുറിച്ച് എന്തുകൊണ്ട് സൃഷ്ടിച്ച യെഹെസ്കേൽ പ്രവചനം പറയുമ്പോൾ അവൻ്റെ നീളത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. രണ്ട് യെഹെസ്കേൽ പ്രവചനം 28-ലും പറയുന്നു, യെശയ്യാപ്രവചനം 14-12 മുതലുള്ള ഭാഗങ്ങൾ 11 മുതലുള്ള ഭാഗങ്ങൾ വായിക്കും, അവിടെയും പറയുന്നു. ഇത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ ഇവനെ നീളം കയറി കുറേ സ്വർണ്ണങ്ങൾ വാരി പൂശി വെച്ച് ഇവനങ്ങോട്ട് നീളം കയറിയപ്പോൾ ഏദൻ തോട്ടത്തിലെ അമ്മാമ്മയോട് പറഞ്ഞതുപോലെ നീ ദൈവത്തെ പോലെ ആകും തിന്നുമ്പോൾ. അപ്പൊ ഇവനും എന്ത് ചെയ്തു? ഇവനും ദൈവത്തെക്കാൾ ഉന്നതനാകാൻ അവൻ ശ്രമിച്ചു. യെശയ്യാപ്രവചനം 14-ാം അധ്യായം, ഞാൻ അതിൽ കിടക്കുന്നില്ല, ഇത് തീരൂല. ഭാഗം വായിച്ചോണ്ടേ. അപ്പോൾ ഞാൻ അത്യുന്നതനോട് സമനാകുമെന്ന് ഉണ്ടോ, ഞാൻ മഹോന്നതങ്ങളിൽ കയറും എന്ന് പറഞ്ഞ് 4 ഞാൻ എന്ന് പറഞ്ഞു ദൈവം വെട്ടി താഴെ കിട്ടും. അവിടെ എഴുതിയിരിക്കുന്ന അവൻ അതോ ഭാഗങ്ങളിലേക്ക് അവൻ ഇറങ്ങിപ്പോയതാണ് ഭൂമിയുടെ. അങ്ങനെ ഈ ഭൂമിയെ അവൻ പാഴാക്കിയ ഭൂമിയെ ഉൽപ്പത്തി പുസ്തകം 1-2 വാക്യങ്ങൾ വായിക്കുക. 2-ാം വാക്യത്തിൽ വരുമ്പോൾ പാഴാക്കിയ ഭൂമിയെ പരിശുദ്ധാത്മാവാം ദൈവം അതിന്മേൽ പരിവർത്തിച്ച് ആ ഇരുളിനെ അങ്ങ് മാറ്റി. അടുത്ത ദൈവം പറയുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ഇങ്ങനെയാണ് ആ ഭാഗം കൊണ്ട് അവിടെ നിർത്തുന്നത്. അപ്പൊ പാഴാക്കിയതല്ല, പാഴായിട്ട് ദൈവം സൃഷ്ടിച്ചതല്ല, പാഴാക്കിയ ഭൂമിയെ പരിശുദ്ധാത്മാവാൻ ദൈവം അതിന്മേൽ പരിവർത്തിച്ചിട്ട് കോഴി മുട്ടയുടെ പുറത്ത് അടയിരിക്കുന്നത് പോലെ, പൊരുന്നിരിക്കുന്നത് പോലെ ഇരുന്ന് വലിച്ചെടുത്തു. ആ ഇരുളിൻ്റെ ശക്തികളെല്ലാം വലിച്ചെടുത്ത്, ഇരുട്ടിൻ്റെ അധികാരത്തെ മുഴുവനും വലിച്ചെടുത്ത് അവിടെ ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വെളിച്ചമുണ്ടായി. ഇനി അവിടെ ഒരു വ്യാഖ്യാനം കൂടെ ഉണ്ട്. വെള്ളം വചനത്തെ കാണിക്കുന്നു. എഫേസ്യർ 5:26 ആത്മാവും കൂടെ പരിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. അവനവളെ വചനത്തോ എഫേസ്യർ 5:26
അവനവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. അപ്പോൾ വചനവും വേണം, ആത്മാവും വേണം. പരിവർത്തനം നടക്കണമെങ്കിൽ ഇത് രണ്ടും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ പരിവർത്തനം നടക്കൂ. വചനം മാത്രം ഉണ്ടെങ്കിൽ പരിവർത്തനം നടക്കൂല, ആത്മാവും കൂടെ വേണം. കാരണം ഇത് ആത്മാവിനാൽ എഴുതപ്പെട്ട വചനമായതുകൊണ്ട് ആത്മാവും വേണം, എങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. വിഷയത്തിലേക്ക് ഇനി വരാം. നാം പാർക്കുന്ന ഭൂമിയെക്കുറിച്ച് കുറച്ച് വചനങ്ങൾ പറഞ്ഞ് ഓടിച്ചെൻ്റെ ചിന്താവിഷയത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുക. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, ഇന്നലെ വായിച്ച ഭാഗത്തേക്ക് വരുമ്പോൾ 40 യെശയ്യാപ്രവചനം 45:12, ഞാൻ ഭൂമിയെ ഉണ്ടാക്കി മനുഷ്യനെയും അതിൽ സൃഷ്ടിച്ചു. അവിടെ കിടക്കുന്ന പദമാണ്. ഇനി ഭൂമിയെ സൃഷ്ടിച്ചു. ഞാൻ പഠിച്ച കാലത്തൊക്കെ സാറന്മാർ പറയുമായിരുന്നു ഭൂമി പരന്നതാണ്, പരന്ന ഭൂമിയാണെന്ന് അവരൊക്കെ പറഞ്ഞു. പക്ഷേ ബൈബിള് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, സദൃശവാക്യം 8:27 വരുമ്പോൾ അവൻ ആഴത്തിൻ്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചു എന്ന് പറഞ്ഞാൽ ഭൂമി, ഇംഗ്ലീഷിൽ സർക്കിൾ എന്നാണ് നടക്കുന്നത്. ഭൂമി ഉരുണ്ടതാണെന്ന് അവിടെ തെളിയിക്കുന്നു. അതിന് പ്രത്യേകിച്ച് ബൈബിള് നോക്കിയാൽ മതി. ബൈബിള് തന്നെ എല്ലാം കോപ്പി അടിക്കുന്ന മുഴുവനും ബൈബിളാണ്. കുറേ കണ്ടുപിടുത്തങ്ങൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. തച്ചൻ്റെ തച്ചുശാസ്ത്രം എന്ന് പറഞ്ഞ് ഇതിനകത്ത് ന്യൂ ഹോപ്പ് മിസ്പ പ്രയർ ഫെലോഷിപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടും. തച്ചൻ്റെ തച്ചുശാസ്ത്രം അങ്ങനെ ഒരു ഇതിട്ടിട്ടുണ്ട്. അതിനകത്ത് കുറേ കണ്ടുപിടുത്തങ്ങളെ കുറച്ച് ഈ ബൈബിൾ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവൻ സദൃശവാക്യം 8:27 അവൻ ആഴത്തിൻ്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചു. അപ്പോൾ ഭൂമി ഉരുണ്ടതാണ്. അടുത്ത ഭൂമിയെ സൃഷ്ടിച്ചത് നോക്കണേ, 102 സങ്കീർത്തനം 25 വാക്യം, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നാം ചിന്തിച്ചത് എങ്ങനെയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. യോബിന്റെ പുസ്തകം 38:4-7 വരെ ഭൂമിയെ സൃഷ്ടിച്ചത് മറന്നുപോലെ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദൈവം സൃഷ്ടിച്ച സകല സൈന്യങ്ങളും അവിടെ എഴുതിയിരിക്കുന്ന ദൈവപുത്രന്മാർ എല്ലാവരും സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. 102 സങ്കീർത്തനം 25 വായിച്ചു കേട്ടില്ലേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. സദൃശവാക്യം 8:29 അവൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു അവിടെ എഴുതിയിരിക്കുക. യെശയ്യാപ്രവചനം 42:5 അവൻ ഭൂമിയെയും അതിൻ്റെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും ചെയ്തു. അടുത്ത ഭൂമിയെക്കുറിച്ച് പറയുന്നത് യോബ് 26:7 അവൻ ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. അവൻ ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. യോബ് 28:5 ഭൂമിയിൽ നിന്ന് ആകാരം ഉണ്ടാകുന്നു, ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. അപ്പോൾ ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയ നോക്കണേ. യോബ് 28:24 പറയുമ്പോൾ അവൻ ഭൂമിയുടെ അറ്റത്തോളം നോക്കുന്നു. അതിനെക്കുറിച്ച് യിരെമ്യാ 23:24 പറഞ്ഞാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ദൈവം. ഇതാ ദൈവം, ഈ മഹാദൈവം ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 24:1 ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. 24:2 സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. കണ്ടോ ഭൂമിയുടെ കാര്യം. യെശയ്യാപ്രവചനം 6:3 സർവഭൂമിയും
അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ദൈവം സൃഷ്ടിച്ച ഭൂമി ദൈവപുത്രന്മാരും പ്രഭാത നക്ഷത്രങ്ങളും 1000 കോടിയിലധികം ഗാലക്സികൾ ഉള്ള നക്ഷത്ര സമൂഹങ്ങളെല്ലാം കൂടെ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, സന്തോഷിച്ചാർത്തപ്പോൾ ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. മനുഷ്യൻ യെശയ്യാപ്രവാചകൻ വിളിച്ചു പറയുക 6:3 യെശയ്യാ 6:3 സർവഭൂമിക്കും അവൻ്റെ സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. യെശയ്യാ 1:2 ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവൻ എന്നോട് മത്സരിക്കുന്നു. ആകാശം ചെവിയുണ്ട്, എല്ലാം കണ്ണുണ്ട്, എൻ്റെ അപ്പം പറയുന്നത് പോലെ അനുസരിക്കും. എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിന് വചനത്തിന് കീഴ്പ്പെടുക, യഹോവയെ ഭയപ്പെടുക. ദൈവം ആകാശത്തെ ഭൂമിയെ വിളിക്കുന്നത്. നമ്മൾ ഈ ആദിമ ഭൂമി നമ്മളൊന്ന് പഠിക്കുമ്പോൾ ഭൂമിയെക്കുറിച്ചാണെന്ന് ചിന്താവിഷയം. ലാസ്റ്റിൽ സൂര്യനെ കുറിച്ചുകൂടെ ഒന്ന് പറയണം. അപ്പോൾ ഈ ഭൂമി ജനം ആദാം മുതൽ നോഹ വരെ ജനം വഷളായി കഴിഞ്ഞപ്പോൾ ദൈവം വെള്ളത്താൽ ഈ ഭൂമിയെ ഒന്ന് ശുദ്ധീകരണം നടത്തി. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം, 7-ാം അധ്യായം, 8-ാം അധ്യായം, 9-ാം അധ്യായം കൂടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഭൂമിയെ ഒരു ശുദ്ധീകരണം നടത്തി. അതിൽ 8 പേർ മാത്രം അതിനകത്ത് കയറിയ മൃഗങ്ങളും വംശനാശം ഭവിക്കാതിരിക്കാൻ നോഹയുടെ പെട്ടകത്തിൽ കയറിയ മൃഗങ്ങളും ജഡജന്തുക്കളും ആ ഭാഗം അവിടെ വിടുന്നു. ഒരിക്കലും ഭൂമി ശുദ്ധീകരിക്കപ്പെട്ടതാ. നാം പാർക്കുന്ന ഈ ഭൂമി തകരാതെ നിൽക്കുന്നത് സൂര്യൻ്റെ ആകർഷണം കൊണ്ടാണ്. സൂര്യൻ്റെ ആകർഷണം കൊണ്ടാണ്. 1 സെക്കൻഡ് പോലും വിശ്രമിക്കാതെ ഭൂമി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം സൂര്യനെ വളയം വച്ച് വരുവാൻ 94 കോടി കിലോമീറ്റർ ഓടണം. അതായത് 365 ദിവസം. അങ്ങനെയെങ്കിൽ 1 മണിക്കൂറിൽ 1,07,200 കിലോമീറ്റർ വേഗത്തിൽ ഭൂമി ഓടണം. 1,07,200 കിലോമീറ്റർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ രാത്രിയും പകലും വരുവാൻ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 1600 കിലോമീറ്റർ വേഗതയിൽ വട്ടം കറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്നു. ഭൂമി കറങ്ങിയിട്ട് നമ്മളെ കറക്കാതിരിക്കുന്ന ദൈവത്തിന് നന്ദി പറയണ്ടേ? വട്ടം കറങ്ങി ഓടുന്ന ഭൂമി മഴയും വെയിലും മിതമായ കാലാവസ്ഥയും ഉണ്ടാകുവാൻ 23.5 ഡിഗ്രി വടക്കോട്ട് ചരിഞ്ഞ് കാന്ത്രിക ചരിവിൽ നിന്നുകൊണ്ട് വട്ടം കറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യന്റെ ആകർഷണ ബലം നഷ്ടപ്പെട്ടാൽ ഭൂമിക്ക് എന്ത് സംഭവിക്കും? ആ ഭാഗം അവിടെ നിർത്തട്ടെ. ഭൂമിക്ക് എന്ത് സംഭവിക്കും? ആ ഭാഗം പിന്നെ പറയാം. ഇനി സൂര്യനെ കൂടി ചേർത്തുകൊണ്ട് ഒരു ചിന്ത, മറ്റുള്ള നക്ഷത്രങ്ങളോടുള്ള ബന്ധത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രഹമാണ്, ഒരു നക്ഷത്രമാണ് സൂര്യൻ. അടുത്ത് എന്ന് പറയുമ്പോൾ 148.8 ദശലക്ഷം കിലോമീറ്റർ
അകലെയാണ് സൂര്യൻ നിൽക്കുന്നത്. 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ വെള്ളം തിളയ്ക്കുന്നു. സൂര്യന്റെ മധ്യഭാഗത്തെ ചൂട് 35,000 ഡിഗ്രി സെന്റിഗ്രേഡിൽ അധികമാണ്. 35,000 ഡിഗ്രി സെന്റിഗ്രേഡിൽ അധികമാണ്. സൂര്യനും ഭൂമിയുമായുള്ള അകലത്തിൽ കുറവ് വന്നിരുന്നെങ്കിൽ ഭൂമി മുഴുവനും വെറും മരുഭൂമിയായി തീരുമായിരുന്നു. മറിച്ച് അകലം കൂടിയിരുന്നുവെങ്കിൽ തണുത്തുറഞ്ഞ ഒരു പിണ്ഡമായി മാറുമായിരുന്നു, അല്ലെങ്കിൽ ഒരു പിണ്ഡമായി തീരുമായിരുന്നു. ഭൂമിയെ ദൈവം വളരെ കൃത്യമായ അകലത്തിലാക്കി വെച്ച് സഹനീയമായ ചൂടും ഓക്സിജന്റെ സാന്നിധ്യവും ഉപയോഗയോഗ്യമായ ജലവും ഉള്ളതിനാൽ സൗരമണ്ഡലത്തിൽ ജനവാസ യോഗ്യമായ ഒരേ ഒരു ഗ്രഹം ഭൂമിയാണ്. ഒന്നുകൂടെ പഠിച്ചാൽ ഇത് നാം വസിക്കുന്ന ഭൂമിയുടെ 100 ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്. ഏകദേശം 90 കോടി 30,000 മൈൽ ചുറ്റളവുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. സൂര്യന്റെ ആകർഷണ വലയത്തിനകത്ത് കയറിക്കൂടിയതാണ് 9 ഗ്രഹങ്ങൾ. അത് ഞങ്ങൾ പഠിച്ചപ്പോഴും ഉണ്ടായിരുന്നു. 9 ഗ്രഹങ്ങൾ. ഒന്ന് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യൂറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. ഇപ്പൊ പ്ലൂട്ടോ ഒന്നുമില്ലെന്നാ പറഞ്ഞത്. ഇവരെല്ലാവരും കൂടി തിന്ന് തീർത്തതായിരിക്കും. എന്തോ ആകട്ടെ, ഞങ്ങളൊക്കെ പഠിച്ച 9 ഗ്രഹം ഉണ്ടായിരുന്നു. ഈ സൂര്യന്റെ ആകർഷണ ബലത്തിൽ ഇതെല്ലാം കൂടെ ഇതിനകത്ത് കയറിക്കൂടി ഇവരെല്ലാവരും കറങ്ങിക്കൊണ്ടിരിക്കുക. ഇവരൊന്നും കൂട്ടിമുട്ടാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ 35,000 ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂടുള്ള സൂര്യന്റെ മധ്യഭാഗത്ത് 35,000 സെന്റിഗ്രേഡിൽ ചൂടുള്ള ഈ സൂര്യന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാടുകൾ സൂര്യൻ ശക്തിയോ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാടുന്ന സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ പ്രകാശമുള്ളവൻ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ചൂട് നോക്ക്. ഈ മഹാദൈവമാണ് മനുഷ്യ അവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നത്, മനുഷ്യ സാദൃശ്യത്തിലായി വന്നത്. ഈ സൂര്യന്റെ ചൂട് അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷ്യം കൂടെ ചേർത്താൽ, എഫേസ്യർ 6:12 കൂടെ ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. സ്വർലോകങ്ങൾ എന്നൊരു പദം കിടപ്പുണ്ട്. ആകാശ തട്ടുകളുണ്ട്. ആകാശത്തിന്റെ കീഴെ നമുക്ക് മിതമായ സഹനീയ ചൂട് ലഭിക്കുവാൻ പഠിച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം 7 തട്ടുകളുണ്ട്. അതിൽ 1-ാമത്തെ തട്ടാണ് ഹിവിസൈഡ് ലെയർ, 2-ാമത്തെ തട്ട് ആപ്പിൾട്ടൺ ലെയർ, 3-ാമത്തേത് സ്ട്രാറ്റോസ്ഫിയർ, 4-ാമത്തേത് ട്രോപ്പോസ്ഫിയർ, 5-ാമത്തേത് അയാനോസ്ഫിയർ, 6-ാമത്തേത് എക്സോസ്ഫിയർ, 7-ാമത്തേത് ഓസോൺ ലെയർ. ഓസോൺ പാളിക്ക് വിള്ളൽ വീഴുന്നത് ചൂട് കൂടുതലായി അനുഭവിക്കുന്നതെന്നാണ് അറിവ്. ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ചൂട് കൂടുമ്പോൾ മനുഷ്യൻ മരിക്കുന്നു. ഇവിടെ 53 ഡിഗ്രി ചൂടിലൊക്കെ മനുഷ്യൻ മരിക്കുന്നു, മസിൽ പിടിക്കുന്നു, കറങ്ങി താഴെ വീഴുന്നു, ഇതൊക്കെ സംഭവിക്കുന്നു. പക്ഷേ നമുക്ക് വേണ്ടതായ മിതമായ കാലാവസ്ഥ എങ്കിലും സഹനീയമായ ചൂട് തന്ന് നമ്മെ നടത്തുന്ന കർത്താവിന് നന്ദി കരേറ്റണ്ടേ. ആ കർത്താവിന് വേണ്ടേ മഹത്വം കൊടുക്കാൻ. ആ
ആ കർത്താവിന് ആരും മഹത്വം കൊടുക്കത്തില്ല. യേശു ആരാണെന്ന് ചോദിച്ചാൽ യേശു യേശു എന്ന് പറഞ്ഞ് പോകുന്നതല്ലാതെ ഒരെണ്ണത്തിനെ കൊണ്ട് യേശു ആരാണെന്ന് പറയാൻ പറ്റത്തില്ല. യേശു ആരാണെന്ന് അറിയണമെങ്കിൽ ഭൂമിയുടെ ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ആദ്യം പഠിക്കണം. അതുമാത്രമല്ല, ഭൂമിക്ക് ഏകദേശം ഒരു പുസ്തകത്തിൽ വായിച്ചത് 40,075 കിലോമീറ്റർ ഉള്ളതാണ്. പക്ഷെ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ നാഡീഞരമ്പുകൾ 96,560 കിലോമീറ്റർ നീളമുണ്ടെന്നാണ്. മനസ്സിലായോ? ഇതൊക്കെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇത്രയും ഞരമ്പ ഒരു മനുഷ്യന്റെ ഭൂമിയുടെ 2 വട്ടം 4 വട്ടം ചുറ്റാനുള്ള ഞരമ്പ് ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ടെന്ന്. ഇതിലെല്ലാത്തിലും പമ്പ് ചെയ്ത് വെറും 335 ഗ്രാമുള്ള ഹാർട്ട് ഒരു മനുഷ്യന്റെ കൈ ചുരുട്ടിപ്പിടിച്ചാൽ ആ ഹാർട്ട് അന്ന് ജനനം മുതൽ അമ്മയുടെ ഉദരത്തിൽ വെച്ചേ ഇടിപ്പ് തുടങ്ങും. ഇടിച്ചിടിച്ച് ഒരു മണിക്കൂറിൽ എത്രയാണ് ഒരായുഷ്കാലം 80 വയസ്സായാൽ എത്ര സമയം ഇടിക്കണമെന്ന് അറിയാമോ? ഞാൻ ആ ഭാഗം പെടുക. ഇത് ഇടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ വലിയ ഇടിയൊന്നും ഇടിക്കത്തില്ല. ഇത് ഇടിക്കാൻ ഒരു കുഴപ്പമില്ലാതെ ഇടിച്ച് ഇത്രയും നാഡീ ഞരമ്പുകൾക്ക് ബ്ലഡ് സർക്കുലേഷൻ എത്തിക്കുന്ന, പമ്പ് ചെയ്തെത്തിക്കുന്ന ആ ഹാർട്ടിനെ ഓർത്ത്, ആ ഹാർട്ടിനെ സൃഷ്ടിച്ച ദൈവത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഞാൻ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് ഓടി വരട്ടെ. ഭൂമിയുടെ വലിപ്പം 40,075 കിലോമീറ്റർ. പക്ഷേ നമ്മുടെ ശരീരത്തിലെ നാഡീഞരമ്പിൻ്റെ നീളമെന്ന് പറയുന്നത് 96,560 കിലോമീറ്റർ എന്നാണ് കിടക്കുന്നത്. എന്തോ ആട്ടെ, നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് വരാം. അങ്ങനെ നാം പാർക്കുന്ന ഈ ഭൂമി വട്ടം കറങ്ങി ഓടിക്കൊണ്ടിരിക്കുക. ഇതിനെക്കുറിച്ച് പ്രവചനാത്മാവിൽ പ്രകാരകത്തുനകൾക്കമ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാടിൽ കാണുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സൂര്യനും ചന്ദ്രനും കറുത്തു. സൂര്യൻ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി മാറി. ഭൂമി കുലുക്കമുണ്ടായി. സൂര്യൻ കറുത്തു, ചന്ദ്രനും രക്തതുല്യമായി മാറി എന്ന് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12. ദൈവദാസന്മാർ സൂര്യൻ കറക്കുമെന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ലോകം അംഗീകരിച്ചില്ല. എന്നാൽ ഇന്നവർ അംഗീകരിച്ചു. ഇപ്പോൾ സൂര്യന്റെ 5 ഭാഗത്തിലധികം കറുത്തു കഴിഞ്ഞു. നാം ഇന്ന് പാർക്കുന്ന ഭൂമിയുടെ 3 ഇരട്ടി വലിപ്പത്തിൽ സൂര്യൻ കറുത്തു കഴിഞ്ഞു. കറുത്ത ഭാഗങ്ങളിലെ വലിപ്പം കേൾക്കണോ? 51,66,100 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ സൂര്യനിൽ 5 ഭാഗം കറുത്തു കഴിഞ്ഞു. ഒന്നുകൂടെ പറയാം. 51,66,100 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ സൂര്യനിൽ 5 ഭാഗം കറുത്തു കഴിഞ്ഞു. ഇനിയാണ് വിഷയം. സൂര്യന്റെ ആകർഷണത്തിലാണ് ഈ ഭൂമിയും ഗ്രഹങ്ങളും കറങ്ങുന്നത്. 9 ഗ്രഹങ്ങളും
അപ്പൊ ഈ കറുത്ത ഭാഗത്തേക്ക് ഭൂമി വട്ടം കറങ്ങി ചെല്ലുമ്പോൾ, കറുത്ത ഭാഗത്ത് ആകർഷണം കിട്ടാതെ വരുമ്പോൾ, ആ ഭാഗത്ത് ചെല്ലുന്ന ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഭൂമി തെറിക്കാൻ തുടങ്ങും. ആ ഭാഗത്ത് ചെല്ലുമ്പോൾ ഭൂമി തെറിക്കാൻ തുടങ്ങുമെന്ന്. കാരണം ഈ ആകർഷണ ശക്തി ഇല്ലാതെ വരും. പ്രവചനം കിടക്കുന്ന കണ്ടോ, വെളിപ്പാട് പുസ്തകം 6:12 സൂര്യൻ കറുത്തു, കരിമ്പടം പോലെ കറുത്തു എന്ന് എൻ്റെ ഭാഷയെ പറഞ്ഞു. നീതി സൂര്യനായ കർത്താവ് വാഴണമെങ്കിൽ ഇവൻ കറക്കണം. ഇതെല്ലാം കറക്കും. അതിനെക്കുറിച്ചൊക്കെ പേടി വരും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ. ഭയപ്പാടുണ്ടാകും ദൈവത്തെ, ദൈവത്തിൻ്റെ സൃഷ്ടി. ആ മഹാദൈവത്തെയാ ത്യജിച്ച് കളഞ്ഞിട്ട് ലൂസിഫറിന്റെ ആത്മാവുമായിട്ട്, നിഗളവുമായിട്ട്, അതാ ദൈവം പറഞ്ഞ നിഗളികളോട് ഞാൻ എതിർത്തു നിൽക്കുന്നു. പത്രോസ് എഴുതിയ 1 ലേഖനം 5:5, യാക്കോബ് 4:6. താഴ്മയുള്ളവർക്കോ അവൻ കൃപ കൊടുക്കുന്നു. അപ്പൊ ഇത്രയും ഭാഗം സൂര്യന്റെ ഓൾറെഡി കറുത്തു കഴിഞ്ഞു എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. എന്ന് വളരെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും, പേടിയുണ്ടാവും. ഈ ഭാഗത്തേക്ക് ഭൂമി കറങ്ങി വരുമ്പോൾ കറുത്ത ഭാഗത്ത് ആകർഷണം കിട്ടാതെ ചാഞ്ചാടാൻ തുടങ്ങും. അതുകൊണ്ടാ യെശയ്യാ പ്രവാചകൻ BC 700-750 കാലഘട്ടങ്ങളിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വായിക്കേണ്ട ഒരു ചെറിയൊരു ചിന്ത മാത്രം അതിനകത്ത് വായിക്കുന്നുള്ളൂ. വായിക്കേണ്ട വേദഭാഗം, തിരുവചന ഭാഗം ഞാൻ പറയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 1 മുതൽ 6 വരെയും, അടുത്ത് നിങ്ങൾ വായിക്കേണ്ട 24-ാം അധ്യായം, അതേ യെശയ്യാ പ്രവചനം 24-ാം അധ്യായം 17 മുതൽ തീർത്തുള്ള ഭാഗങ്ങൾ നിങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്കറിയാം. അവിടെ എഴുതിയിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു. ആകർഷണം പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് BC 700-750 കാലഘട്ടങ്ങളിൽ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു വച്ചിരിക്കുക. അടുത്ത് പറയുന്നുണ്ട്, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. കാരണം ആകർഷണ വലയത്ത് സൂര്യനിൽ നിന്നുള്ള ആകർഷണം കിട്ടാതെ വരുമ്പോൾ ഇത് തെറിക്കാൻ തുടങ്ങും. മത്തനെ പോലെ ചാഞ്ചാടുന്നു. അടുത്ത് കാവൽ മാടം പോലെ ആടുന്നു, അതിൻ്റെ അകൃത്യ അതിൻ്റെ മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും എഴുന്നേൽക്കയുമില്ല. ഇതാണ് നാം പാർക്കുന്ന ഭൂമിയും സൂര്യനും. നമുക്ക് വെളിച്ചം തരുന്ന സൂര്യൻ്റെ കാര്യവും ഭൂമിയുടെ കാര്യവുമായി പറഞ്ഞത് മുഴുവൻ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എടുക്കാം, എന്തൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് വായിക്കാം, മനസ്സിലാക്കാം. നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം, നല്ല അറിവുണ്ട്. അറിവിനെ നമ്മൾ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ആ അറിവ് വെച്ച് ഞാൻ പറയുക, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ വചനം എടുത്ത് വെച്ച് വായിച്ചു നോക്ക്. യെശയ്യാ പ്രവചനം 24-ാം അധ്യായം 1 മുതൽ 6 വരെ വായിച്ചു നോക്ക്. വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് 17 മുതൽ, വേണമെങ്കിൽ തീർത്ത് വായിച്ചാലും കുഴപ്പമില്ലെങ്കിലും 17 മുതൽ 24 വരെയുള്ള വാക്യമാണെന്ന് തോന്നുന്നു. 17 മുതൽ തീർത്തുള്ള ഭാഗങ്ങളാണ് 17-ാം വാക്യമാണ് ഞാനിവിടെ വായിച്ചത്. യെശയ്യാ പ്രവചനം 24-17 ഒറ്റ വാക്യത്തിൽ നിന്ന് വായിച്ചോളൂ ഇത്രയും കാര്യങ്ങൾ. എന്താണ്? ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, കിടുകിട കിടുങ്ങുന്നു,
ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു. ഇത്രയും കാര്യങ്ങളാണ് 17-ാം വാക്യത്തിൽ. ബാക്കി ഭാഗം നിങ്ങൾ വായിച്ചോണ്ട്. ഇനി എൻ്റെ ഒരു ചിന്താവിഷയം കൂടെ പറയാം. അപ്പൊ ഭൂമി പാഴാക്കിയതല്ല. സോറി ഭൂമി പാഴായിട്ട് ദൈവം സൃഷ്ടിച്ചതല്ല. ഭൂമിയെ മുകളിൽ നിന്ന് വെട്ടിയിട്ട പുള്ളി പാഴാക്കിയതാ. പാഴാക്കിയ ഭൂമിയെ, അതായത് ദൈവം പാഴായിട്ടല്ല സൃഷ്ടിച്ചതെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. യെശയ്യാപ്രവചനം 45:18 വായിച്ചോണം. പാഴായിട്ടല്ല ദൈവം സൃഷ്ടിച്ചേ, ഭൂമിയെ പാർപ്പിനായിട്ടാണ് സൃഷ്ടിച്ചേ. അതായത് മനോഹരമായ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചേ, അതിനെ പാഴാക്കി കളഞ്ഞു. പാഴാക്കിയതിനെ വെള്ളത്തിന്മേൽ ആത്മാവ് പരിവർത്തിച്ചങ്ങോ പരിശുദ്ധാത്മാവാൻ ദൈവം പരിവർത്തനം നടത്തി വെളിച്ചമാക്കി. ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി. ഉൽപ്പത്തി 1:2-3 വാക്യം. അങ്ങനെ നാം പാർക്കുന്ന ഭൂമിയെക്കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഈ ഭൂമി കറങ്ങാതിരുന്നാലുള്ള കുഴപ്പം എന്താണെന്നറിയാലോ? ഊച്ചെടുത്തോണം. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുക. സൂര്യൻ്റെ കറുത്ത ഭാഗത്ത് വരുമ്പോൾ 1/5 സൂര്യൻ കറുത്ത് കഴിഞ്ഞെന്നാ. ഭൂമിയുടെ 100 ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ്റെ 1/5 കറുത്ത് കഴിഞ്ഞു. ആ ഭാഗത്ത് വരുമ്പോൾ തെറിക്കും, ചാഞ്ചാടും, കാവൽ മാടം പോലെ ആടും. അതുകൊണ്ട് പ്രവചനമൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. ഇതിനകത്ത് ഒരുപാട് പ്രവചനം കിടപ്പുണ്ട്. അവസാന കാലങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അവസാന കാലഘട്ടങ്ങളിൽ ഭൂമിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ എഴുതി. ഈ ഭൂമി നേരത്തെ തന്നെ ദൈവത്തിൻ്റെ പാദ സ്പർശമേൽക്കുമ്പോൾ കുലുങ്ങിയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരുപാട് വാക്യങ്ങളുണ്ട്. അടിസ്ഥാനങ്ങൾ കുലുങ്ങും. ഇതെല്ലാം ഇനി വെച്ചിരിക്കുന്നത് തീക്കായി ദൈവം സൂക്ഷിച്ചിരിക്കുക. തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന എല്ലാം വെന്തഴിയും. ഭൂമിയെല്ലാം വെന്തഴിയും. മറകതുലഘടകക്ഷി. നമുക്ക് നാം പാർക്കുന്ന ഈ ഭൂമി അതിന് വിദ്വാൻമാരെക്കുറിച്ച്, മാഗികളായ വിദ്വാൻമാരെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു ആലോചനയുണ്ട്. അവർ പോലും ശവം പോലും കുഴിച്ചിടാൻ, ശവം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഭൂമി അശുദ്ധം, അവരുടെ പുണ്യഭൂമി അശുദ്ധമാകും. അവർ അഴുകാൻ വെച്ചാൽ അവരുടെ പുണ്യവായു അശുദ്ധമാകും. വെള്ളത്തിലൊഴുക്കിയാൽ അവരുടെ പുണ്യ നദി അശുദ്ധമാകും. ദഹിപ്പിക്കാന്ന് വെച്ചാൽ അവരുടെ പുണ്യാഗ്നി അശുദ്ധമാകും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിനെ കൊണ്ടുവന്ന് ഗോപുരം ഉണ്ടാക്കി. ഗോപുരത്തിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കും. ശവന്തേനി പക്ഷികൾ വന്ന് തിന്നും. അവരാ ഭൂമിയെ പുണ്യഭൂമിയായിട്ട് കാണുന്നു. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നമ്മളാണെങ്കിൽ എന്തൊക്കെ വൃത്തികേടാക്കാമോ അത്രയും വൃത്തികേടാക്കും. കുഴപ്പമില്ല. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. വേറെ ഒന്നും ഇതിനകത്തിന് പറയുന്നില്ല. ഇത്രയും മതി. എൻ്റെ ഒരു ചിന്ത പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒന്ന്, ഭൂമിയുടെ അധോഭാഗം. യോബിൻ്റെ പുസ്തകം 28 വരുമ്പോൾ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. ദൈവത്തിൻ്റെ സ്നേഹം, കരുതൽ. മുകളിൽ നിന്ന് 7 തട്ടുകൾ, ലാസ്റ്റിൽ 7ാമത്തെ തട്ടായ ഓസോൺ ലെയർ കൊണ്ട് സഹനീയമായ ചൂട് നമുക്ക് തരുന്നു. മുകളിൽ നിന്ന് മഴ പെയ്യിക്കുന്നു. മഴയും ദൈവം പെയ്യിക്കുന്നു. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കുന്നു. മഴ പെയ്യുന്നു. ഇനി മഴ പെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾ ചിന്തിച്ചെടുത്തോളണം. അപ്പോഴും സഹനീയമായ ചൂട് നമുക്ക് തരുന്ന ആ ദൈവത്തിന് നന്ദി പറയണ്ടേ. രണ്ടാമത്, ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുക. മറിയുന്ന ഭൂമി
ഉരുകാതിരുന്നത് ദൈവത്തിൻ്റെ കരുണയല്ലേ, ദയയല്ലേ? ഇനി അത് മാത്രമല്ല, അതിൻ്റെ മുകളിൽ ഒരു ലെയർ വെള്ളം, വെള്ളത്തിന് മുകളിൽ നമ്മൾ താമസിക്കുന്നു. അത് എൻ്റെ ഭാഷയാണ്, നിങ്ങൾ വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇതെല്ലാം കൂടെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ആമേൻ. അതേപോലെ നമുക്കൊരു ലെയർ വെള്ളം, അതിൻ്റെ മുകളിൽ മനുഷ്യൻ പാർക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും കരുതലുള്ള ഒരു ദൈവം, അതാ യോഹന്നാൻ എഴുതിയ 1 ലേഖനം 4:8 പറയുന്നു, ദൈവം സ്നേഹമാകുന്നു. ആ ദൈവത്തിന് മഹത്വം കൊടുക്കാം, ആ ദൈവത്തിനെ വിളിക്കാം. ജീവനുള്ള ദൈവത്തെ നമുക്ക് വിളിക്കാം. മറ്റൊരു തന്നിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ആ നാമത്തെ നമുക്ക് വിളിക്കാം, നമുക്ക് അപേക്ഷിക്കാം. ഏത് പാപിയും ഓടി വന്ന്, കർത്താവേ ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ വിടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്നും ശക്തനാണ്. തിരുവചനങ്ങളാൽ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ നല്ല പിതാവേ, അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ ഞാൻ പാർക്കുന്ന ഈ ഭൂമിയെ എങ്ങനെ സൃഷ്ടിച്ചു എന്നും, പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാർ ആർക്കുകയും ചെയ്തപ്പോൾ ഭൂമിക്ക് ദൈവം അടിസ്ഥാനമിട്ടെന്നും, ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴായിട്ടല്ല സൃഷ്ടിച്ചത്, പാഴാക്കിയതാണെന്നും, അതിന്മേൽ പരിശുദ്ധാത്മാവാൻ ദൈവം പരിവർത്തിച്ച് ഇരുളിനെ മാറ്റി വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. മനോഹരമായ ഭൂമിയെ പാഴാക്കി, മുട്ടപ്പിശാച് പാഴാക്കിയെങ്കിൽ അതിനെ വീണ്ടും പരിശുദ്ധാത്മാവാ ദൈവം വെള്ളത്തിന്മീതെ പരിവർത്തിച്ച് ശുദ്ധീകരിച്ച് വെളിച്ചമാക്കി മാറ്റിയെങ്കിൽ ഇന്ന് ആ തിരുവചനത്തിൽ കൂടെ വചന വെളിച്ചത്തിൽ അടുത്ത ഭൂമിയെ ആര് സൃഷ്ടിച്ചു എന്നുള്ളത് അനേക വാക്യങ്ങൾ, ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നെന്നും ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു എന്നും ഒക്കെ തിരുവെഴുത്തുകളിൽ കൂടെ തെളിയിക്കുവാൻ ഏഴേകന്ന അടിയന് കൃപ ചെയ്തു. നന്ദി പറയുന്നു പിതാവേ, കോടാനുകൂടി നന്ദി അപ്പൻ അർപ്പിക്കുന്നു. സകല മഹത്വം അപ്പൻ അർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബാംഗങ്ങളുടെ ഭൂലോകത്തിൽ 5 വൻകരയിൽ ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാർ, കുടുംബാംഗങ്ങൾ, കുഞ്ഞുകുട്ടികൾ, എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയൻ പാർക്കുന്ന ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് നന്മയുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ, പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. 29 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യന്മാർ, എല്ലാ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീതി ന്യായം നടപ്പാക്കട്ടെ, സമാധാനപരമായ ഭരണം നിലനിർത്തട്ടെ, അതിനുള്ള സ്വർഗീയ ജ്ഞാനം അവർക്ക് കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും ഒരു മാനസാന്തരം ഉണ്ടാകേണ്ടതിനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രോഗികളായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് കരുണ കാണിക്കണം, മനസ്സലിയണം, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. കടഭാരത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന അനേക ജനങ്ങളുണ്ട്. കുറവുകൾ വന്നുപോയി ക്ഷമിക്കണമേ എന്ന് പലരും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അടിയനും അതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കടഭാരം ഒന്ന് മാറ്റണം, അതിനുള്ള വഴികളും മുഖാന്തരങ്ങളും സ്വർഗത്തിൽ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയനെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തുന്ന പിതാവേ, പ്രാർത്ഥനാ വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി കരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് ജാതി മത സംഘടനാ വ്യത്യാസമല്ല എല്ലാ പ്രിയപ്പെട്ടവരെയും
സമർപ്പിച്ച് അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. ഈ തിരുവചനം എല്ലാവരുടെയും ജീവിതത്തിൽ വിടുതലും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. മഹത്വവും പൂഴ്ചയെല്ലാം അങ്ങെടുക്കും. പ്രാർത്ഥന കേട്ടുവല്ലോ. നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ആൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.